ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരെക്കൊല്ലാണ് മാതിരി പാഞ്ഞു പോകണം. ഇപ്പൊ തന്നെ അടിച്ചാൽ അയ്യോ ചാണി. എടുക്കുന്നില്ലല്ലോ. കിട്ടുന്നില്ല. ഫോൺ വെച്ചിട്ട് എടുക്കുന്നില്ല. നീ വാട്സാപ്പിൽ ഒന്ന് വിളിച്ചു നോക്കി. ഓൺലൈനിലില്ല. വെയിറ്റ് ചെയ്യാം. നമ്പറാണല്ലോ. അവളായിരിക്കും വേറെ നമ്പർ. എടുക്ക്. ഹലോ. എന്റെ പെങ്ങളെന്തിയടാ? ഹലോ ഹലോ, എന്റെ പെങ്ങളെന്തിയെന്ന്? അജി അവൾ ഇറങ്ങി ഉറപ്പാ. വണ്ടി എടുത്തു. ഹലോ ഹലോ, എടാ പറയടാ. ഹലോ ഹലോ ഹലോ, എടാ ഞാനവളുടെ ബ്രദറാടാ. എടാ ഹലോ, എടാ കേക്കുന്നില്ലേ? ഹലോ. അവൾക്ക് ബ്രദറില്ല, അവൾ ഒറ്റ മോളാ. ഹലോ അപ്പൊ ഇതാരാ? ഹലോ 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 ഹലോ. എന്റെ പെങ്ങളെന്തിയടാ? എടാ എന്റെ റാണി മോളെന്തിയെന്ന്? എടാ ഈ ചുമൻ നമ്പർ എടുക്കല്ലേ. എന്റെ റാണി എന്തേ? എടാ അവൾ ഇന്നലെ ഒരു വിളിച്ചേക്കണ മെസ്സേജ് അയച്ചേക്കണ നിന്റെ ഈ നമ്പറിലേക്കാ. നീ ചുമ കളിക്കല്ലേ. നീ ഇപ്പൊ എവിടെ ഉള്ളത്? ഞാനിപ്പോ അല്ല. എന്തിനാ? എടാ വിജയിച്ച, എനിക്ക് നിന്നെ അറിയാം. നീ എന്താണ് സാധനം ഒന്നും അറിയാം. എനിക്കെന്റെ പെങ്ങളെവിടെയെന്ന് അറിയണം. എനിക്കറിയത്തില്ല. നിനക്കറിയത്തില്ലേ? നിനക്ക് എന്റെ പെങ്ങൾ അറിയില്ലേന്ന്? എടാ വിജയിച്ച, നിനക്ക് എന്റെ പെങ്ങൾ അറിയില്ലേ? അറിയാം. അറിയാം അറിയാം അറിയാം. നിങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നില്ലേ? എന്നാ അവൾ ഇന്നലെ രാത്രി അയച്ച മെസ്സേജ് എല്ലാം നിനക്കല്ലേ? കേട്ടില്ലേ? ഇന്നലെ രാത്രി അയച്ച മെസ്സേജ് എല്ലാം നിനക്കല്ലേ എന്ന്? നിനക്കറിയാം അവിടെ. എടാ ഒരു വീട് മുഴുവൻ അവക്കൊണ്ട് കിടന്ന് കരയുമ്പോ നീ അങ്ങനെ സൂയിക്കണ്ടാ. അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് ഞങ്ങള് വെക്കും. എന്റെ റെനി എനിക്ക് അറിയത്തില്ലെന്ന്. നിനക്ക് ഞങ്ങളെ അറിയാൻ പാടില്ല. നീ പറഞ്ഞു. ഹലോ. എന്നാടാ? ഹലോ. എന്നാ പറയുന്നേ? എന്റെ എന്താടാ നീ എന്തിനെല്ലാം സമ്മതിക്കാൻ പോയേ? അല്ല അവനെ. ഇതേതാണ് പെണ്ണ്? ഇതാ പോളക്കാടങ്ങ പോലെയുള്ളതാ. ചെറിയ പ്രേമം. എടാ ജി കുഴപ്പമാടാ. ഇതിപ്പോ ആരും അറിയണ്ട. അണ്ണം പോലും. നീ കയറും. അയ്യോ അപ്പൊ കാവ്യം. അതിപ്പോ എന്തായാലും ഒരു വഴിയായല്ലോ. ആദ്യം കാണാതെ പോയവള്, പിന്നെ അവള്. ഇവിടെ നീ ഓവറായിട്ട് ടെൻഷൻ അടിക്കണ്ട. ചേട്ടനുണ്ട് കൂടെ. ഒക്കെ ശരിയാക്കി തരാം. അജി നീ കുറിച്ച് മെസ്സേജിൽ എന്തൊക്കെയോ പറഞ്ഞേക്കുന്നതാ. കൂനിന്മേലൊരു കുരു വന്നത് പോലായേ. അയ്യോ അയ്യോ അയ്യോ, അരക്കു കെട്ടിയ ചരടൊരു പാമ്പായേ. കടിച്ച മുന്തിരി കാഞ്ഞിര കുരുവായേ. കുടിച്ച വെള്ളം പോലും വിഷമായേ. ഗുണം കൊതിച്ചത് ആകപ്പാടെ ഗുരുവാലായോ. നോക്കിക്കൊണ്ടിരുന്നു. ഈ അയച്ച മെസ്സേജ് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? വിജുകൂടെ നിനക്ക് ഇതിൽ വല്ല റോളുണ്ടോ? എന്നെ ചോദ്യം അജിയത്. എടാ എനിക്ക് നിന്നെ സംശയം ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാലും ഒറ്റയ്ക്കാക്കല്ലേ ജി? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്കാക്കല്ലേ? അതല്ലടാ, ചില സമയത്ത് നിന്റെ ഈ ഇരിപ്പിനോടൊക്കെ കാണുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ ഇരിക്കണം? ഞാൻ എങ്ങനെ ഇരിക്കണം എന്ന് പറ. ഇങ്ങനെ ഇരുന്നാ മതിയാ? എടാ അവൾ ചത്തു കളയുന്നല്ലേ ലാസ്റ്റ് അയച്ച മെസ്സേജിന്റെ അർത്ഥം. അല്ല ഇന്നലെ നീ വഴക്കുണ്ടായത് കുട്ടിയിട്ടാണോ? പിന്നെ ഇങ്ങനെ ഞങ്ങൾ ചാവുന്നൊക്കെ പറയാതിരിക്കാം. ഇതുകൊണ്ട് ജോസഫേട്ടൻ്റെ മോള് മറ്റേ ഇടവഴിയില്ല. അതല്ല, അത് വേറെ. ഈ പെണ്ണ് കേസായതുകൊണ്ടാണ്. അല്ല അടിയില്ല തന്നെ. ടെൻഷൻ ആകല്ലേ ജി നീ? കാവ്യാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. തലയാണെങ്കിൽ പെരുത്തും. നേരത്തെ വിളിച്ച നമ്പറാണ് ചേട്ടൻ്റെ. നീ ഫോൺ എടുക്കണം. ചേട്ടനുണ്ട് ഇവിടെ.
കൊള്ളല്ലേ ബെസ്റ്റ്. ഹലോ. എടാ ഞാൻ റെനിയുടെ ഫ്രണ്ട് ടോണിയാ. എടാ ഞങ്ങളുടെ പെങ്ങൾ എവിടെയാടാ? ഞങ്ങളുടെ പെങ്ങൾ എവിടെയെന്ന്? ഹലോ ഹലോ എടാ നിന്നോടാ ചോദിക്കുന്നേ. പട്ടി നീ എന്താ മിണ്ടാത്തെ? എടാ പറയടാ തെണ്ടി. ഹലോ ഹലോ എടാ പറയടാ. സഹോദര, ഇത് വിജയുടെ ചേട്ടാച്ചിയാണ്. നീ അത് തേങ്ങയല്ല, ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങളെ കിട്ടണം, അല്ലെങ്കിൽ നിനക്കും കിട്ടുപടി. എന്റെ പൊന്നു സഹോദരൻ, തെരുവിളിക്കല്ലേ. അറിയായിരുന്നു. ഞങ്ങൾക്കോ ഇവനോ അറിയില്ല നിങ്ങളുടെ സഹോദരി റാണി എവിടെ പോയെന്ന്. റാണി എവിടെ പോയെന്ന് അറിയിക്കാടാ. നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ലേ? വരുവാടാ, നിന്റെ വീട്ടിലോട്ട് വരുവാടാ. എടാ അവര് വീട്ടിലേക്ക് വരാൻ പോണു. അവര് വീട്ടിലേക്ക് വരാൻ പോവാണെന്ന്. ഒരു കാര്യം ആലോചിച്ചോ, അവരെങ്ങാനും ഇവിടെ നമുക്ക് അറിയാം. റാണിയുടെ കാര്യമാണ് പറഞ്ഞത്. പറയടാ. എടാ അവളെ ഇന്ന് രാവിലെ പോലും കാണാനില്ല. അവളുടെ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു. എനിക്കറിയാൻ പാടില്ല വിജി. നീ എനിക്കറിയില്ല. ആരേ റാണി? ആദ്യം ഒരു പ്രേമ സെറ്റപ്പ്. ഒരു കാര്യം ആലോചിച്ചോ, അവരിവിടെ ഒന്ന് കേറിയ നാറും ടെൻഷൻ ആക്കല്ലേ. നീ ഒന്ന് വിളിച്ചു നോക്കിയാളെ. എടാ ഞാൻ പല പ്രാവശ്യം വിളിച്ചു നോക്കി, പക്ഷെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മെസ്സേജ് വരുന്നുണ്ട്, അത് മാത്രമേ പിന്നെ പറഞ്ഞ സ്വിച്ച് ഓഫ്. അണ്ണം വിളിക്കുന്ന അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. അവിടെ വെയിറ്റ് ചെയ്യണം. അവളതിന് ബീഫ് വാങ്ങോട്ട കാര്യം. എന്താ ചെയ്യണ്ടേ? എടാ അവർ ഈ നാട്ടിലോട്ട് വരാതിരുന്നാ പോരെ, നമുക്കത് ഡീൽ ചെയ്യാം. അയ്യോ അൻസാർക്ക, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഈ റാണിയുടെ ചേട്ടന്മാരും അമ്മാവന്മാരും ഒക്കെ INDPAയുടെ വലിയ പാർട്ടിക്കാരാ. പിന്നെ ഇവളുടെ അച്ഛൻ ഏരിയ കമ്മിറ്റിയിൽ എന്തോ ആയിരുന്നു. പിന്നെ ഒരു അമ്മാവനെ കണ്ടുണ്ട്, അങ്ങേര് ഇപ്പൊ പാർട്ടിയിൽ എന്തോ വലിയ എന്റെ പൊന്നെ, നീ ഇങ്ങനെ പേടിക്കാതെ. അവര് പാർട്ടിക്കാരാണെങ്കിൽ നമ്മളും വേറൊരാളെടുക്കും. അരിഞ്ഞു വീഴ്ത്താം ഐത്തോഞ്ച, എന്നിട്ടാവാം കറിയും കായ്. ശരിയല്ലേ? ശരിയല്ലേ? അവളെ കണ്ടോടാ? അവളെ രാവിലെ കാണാനില്ലെന്ന്. കാണാനില്ലെന്ന് രാവിലെ പോലും. ഞങ്ങൾ വന്നിട്ട് നമുക്ക് തപ്പാം. ഒരു 100 അത് വന്നിട്ട് പറഞ്ഞുതരാം. കനകം മൂലം കാവലി മൂലം കലഹം പർവ്വതം മൂലം ഇവിടെ തന്നെ വെച്ചതാണേ, വന്നിട്ട് പറയാം. ഹലോ, ഇതിനടുത്ത് പോകുന്നുണ്ട്. മനസ്സിലായോന്ന്? വചനങ്ങൾ എന്റെ മഴ പെയ്യട്ടെ നിന്റെ മേൽ, തഴുകട്ടെ നിന്നെ. ഹലോ അരവിന്ദനാണ്. പറഞ്ഞോളൂ. ഒരു മിനിറ്റ്. പറയാം. അരുൺജി നമസ്കാരം. ഒരു കാര്യം പറയണ്ടായിരുന്നു. നമ്മുടെ ഒന്ന് സംസാരിക്കാം. പ്രസംഗം നടക്കുക, നമുക്ക് അങ്ങോട്ട് മാറിക്കാം. അങ്ങോട്ട്. അരുൺജി, ഇത് അജി, നമ്മുടെ സുഹൃത്താണ്. അത് ശരി. ഇവന്റെ അനിയനൊരു പ്രശ്നം, അതാ അവനാണ്. ഓ അതേ കാര്യം എന്താ വെച്ചാലേ, ഇനിയൊന്നും പേടിക്കണ്ട, സൈഫ. പുതിയ മെസ്സേജ്. പെയ്തു നിറഞ്ഞ മഴയുടെ ശാന്തത താളം കെട്ടി 4 ചുവരുകൾക്കുള്ളിൽ വെച്ച് നീ ചെയ്തത് നീ മറന്നോ നീ മറക്കും. BYE ബായ്. തിരിച്ചോളി ഇപ്പൊ തന്നെ വിളി. സ്വിച്ച് ഓഫ്. കൂട്ടുകാരാ, നീ ആ മഴയും കഴിയുള്ള എന്താ ചെയ്തവളെ? എന്റെ പൊന്നു കൂട്ടുകാരാ, അങ്ങനെ ഒരു മുറിയുമില്ല, ദിവസവും ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടുമില്ല. നീ വിശ്വസിക്ക്. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നീയാ വേറൊരു മെസ്സേജ്. വിജീഷ, എല്ലാ പെണ്ണുങ്ങളെയും പോലും നീ എന്നെ കാണണ്ട, കളി നീ ഇനി കണ്ടോ.
ഇതെന്താ നാടകോ? എന്തുവാണ് ഇത്? അതൊരു ഭീഷണി. പിന്നെ വിളിക്കാം. നേരത്തെ വിളിച്ച നമ്പറാ, അവളുടെ ചേട്ടന്റെ നമ്പറാ. കുഴപ്പമില്ല, പേടിക്കണ്ട. അവന്മാരുടെ നമ്പരാ. ഹലോ, നമസ്തേ. നീ എന്താണ് പന്നി ഫോൺ എടുക്കാത്തത്? എത്ര നേരം വിളിക്കുന്നത്? ഞാൻ വിജീഷ് അല്ല. നീ ആരായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ കിട്ടണം. എടാ ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് വരടാ. നിന്നെ നിന്റെ തന്തയുടെ തല തല്ലിക്കൊള്ളാം. സുഹൃത്തെ, വിജീഷ് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല. പറയുന്ന കേൾക്ക്, പറയുന്ന അങ്ങോട്ട് കേൾക്ക്, നമുക്ക് സംസാരിക്കാം. ഒരു സംസാരമില്ലടാ, ഞങ്ങൾ അങ്ങോട്ട് വരുവാ. ഞങ്ങള് പാർട്ടിക്കാരടാ. പാർട്ടിക്കാരാ? എന്നാ നീയൊക്കെ BRSന്റെ കാര്യാലയത്തിലേക്ക് വാടാ. ഹരിയാലയോ? അതെന്തിനാടാ? ഞങ്ങള് വീട്ടിലോട്ട് വരുവാടാ. കാര്യാലയത്തിലേക്ക് വരാൻ നിനക്ക് എന്നാ പേടിയാ? ഒരു പേടിവിടാ, ഞങ്ങളിതേ വരുവാ. എന്നാ വാടാ. ഇതാ സംഗതി ഇത്തിരി പ്രശ്നമാണേ. നിങ്ങൾ വേഗം കാര്യാലയത്തിൽ വിട്ടോ. അവന്മാരെല്ലാം ഭയങ്കര കലിപ്പില. വിളിച്ചാൽ ഒരാൾ RB സഖാവാണെന്ന് ഡൗട്ടുണ്ട്. വീട്ടിൽ വന്ന വലിയ പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ ഇടിവിനില്ലേ, വാടുകൊമ്പൊരു ഇടിവിനും, അവനെയും കൂട്ടി ഞാനങ്ങെത്താം. അവനാവുമ്പോ പാർട്ടിക്കാരനാ, അവൻ നമ്മുടെ കൂടെ നിൽക്കും. എന്നാ ശരി ശരി, കേറ് അൻസാറേ, കേറ് 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 കേറ്. ഛെ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, പേടിക്കണ്ട. മനസ്സിലായില്ലേ? കേറ്. ആ വിട്ടോ വിട്ടോ. ആ കേറ് 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 കേറ്. ദാ വെച്ചോ. അപ്പൊ കാവ്യയുടെ കാര്യോ? അവളെന്നെ അറിയിക്കുന്നുണ്ടാവില്ല. അല്ല, നമ്മൾ ഈ കാര്യാലയത്തിലേക്ക് ടെൻഷൻ ഭയങ്കര ടെൻഷൻ. ഫോണോടെ ഒന്ന് മാറിയടാ. അവിടെ എവിടെ ഉണ്ടാവില്ല അണ്ണാ, അവളെ കാണില്ല അണ്ണാ. നീ പോയാണീ പരിപാടി ആര് കളിക്കുന്നു? ഉണ്ണി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നോടാ? ആ കണ്ടായിരുന്നു. എല്ലാം കൂടെ പടിഞ്ഞാപ്പുറം മാറിയെന്ന് കുശുശൊക്കെ ഉണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? ആ കോറം മൊത്തം ഉണ്ടായിരുന്നു. എന്താണ്, വല്ല കുഴപ്പമുണ്ടോ? തന്റെ മക്കൾ തന്നെ ഇരിക്കണ വല്ല കുഴപ്പമുണ്ടാകണോ? എന്നിട്ടമ്മ എങ്ങോട്ട് പോയി? തന്തൊക്കെ അറിയാൻ പാടില്ലാത്ത മക്കളെ ചായക്കടക്കാരൻ എങ്ങനെ അറിയാനാണ്? ഓടും, നട്ടോട്ടോ ഓടും. വീടുവായിത്തരം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ സർപ്പത്തെ തൊട്ട് കളിക്കരുതെന്ന്. ചേട്ടനും അനിയനും കൂടെ തങ്കപ്പാന്റെ വീട്ടിലെ തുള്ളലിന് വന്നപ്പോൾ എന്നായിരുന്നു? പെണ്ണുങ്ങളുമായിട്ട് പൂരം കമന്റ് അടിയിലായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞ സഖാവേ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. അപ്പോ പ്രശ്നം കക്കൂസല്ല, പാമ്പാ അല്ലേ ദിനമണി?